ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സായാദ വ്ളോഗ്സ്. അപ്പോൾ നിങ്ങൾക്ക് തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. അപ്പോൾ ഞങ്ങള് അനിയത്തിന്റെ കല്യാണത്തിന്റെ പുടവ എടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നിനക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അല്ല എന്തെങ്കിലും മൈൻഡിലുണ്ടോ എങ്ങനത്തെ സാരി എടുക്കണം? ഒരു ഇതൊക്കെ ഉണ്ട്, നമുക്കൊരു ഐഡിയ ഒക്കെ ഉണ്ട്. സർപ്രൈസ് ആണ്. അപ്പൊ ഞങ്ങള് ഇതിന്റെ വ്ളോഗ് വരുമ്പോ എന്തായാലും കാണാം. അപ്പൊ എല്ലാരും ഇത് ലാസ്റ്റ് വരെ കാണുക ഗൈസ്. അപ്പം പോയിട്ട് വരാം. അപ്പോൾ നമ്മളിന്ന് പുടവ എടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആരോമലിനെയും അവരുടെ ഫാമിലിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പാലത്തൂരാണുള്ളത്. ഞങ്ങളൊരു 11 മണിയൊക്കെ അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അവിടെ കയറിയപ്പോൾ ഇവർ രണ്ടാളും കൂടെ അവിടെ ഇരുന്ന് ഫുൾ കോമഡി ഗൈസ്. എനിക്കാണെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്ത് നിൽക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ മാത്രമേ അവിടെ കസ്റ്റമർ ഉള്ളതെന്ന് തോന്നുന്നു. അവൾ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കുന്നത്? ഞങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ തരണം കേട്ടോ. എങ്ങനെയുണ്ട്? ഇത് അബിത ഓർഡർ ചെയ്ത ഡ്രിങ്ക് ആണ് കേട്ടോ, ഒരു മൊജിറ്റോ ആണ്. പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. ഒരു ലൈമിൻ്റെയും മിൻറ്റിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അബിത പറഞ്ഞ പോലെ തന്നെ നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുണ്ടായിരുന്നു കേസ്. നല്ല രസമായിരുന്നു. അവിടെ അത് ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ ഓവറാക്കി ചളമാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാനും അനിയത്തി ഓരോ ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ പറഞ്ഞത്. അത് നല്ല അടിപൊളിയായിരുന്നു. അതായത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേസ്. അവരെന്തോ ചെറിയ ബ്ലോക്കിലൊക്കെ പെട്ടു എന്ന് പറഞ്ഞപ്പം കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയത്. പിന്നെ അതിനകത്തിരുന്ന് കുറച്ച് നേരം ടൈമൊക്കെ പോയി. അത് കഴിയുമ്പോഴേക്കും അവരെത്തി ഗൈസ്. ഞങ്ങൾ 2 കാറിലായിട്ടാണ് കേട്ടോ പോയത്. ആരോമൽ, സുഹൃതി, പിന്നെ വേറെ ഫാമിലി മെമ്പേഴ്സൊക്കെ വേറെ കാറിലായിരുന്നു. ഞാനും അമ്മയും പിന്നെ ആരോമലിൻ്റെ ഒരു ഫ്രണ്ടും അബിതയും പിന്നെ വേറൊരു ആൻറ്റിയും ഈ ഒരു കാറിലായിരുന്നു. ഇവരൊക്കെ എൻ്റെ പുതിയ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ കേസ്. ഇതാണ് വേറെ ആൻറ്റി, ആരോമലിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റിയാണ് കേട്ടോ. അവർ ഞങ്ങളൊക്കെ എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വേറെ എവിടെയല്ല കേസ്, വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള, കേരളത്തെ മുഴുവൻ ഫേമസ് ആയിട്ടുള്ള AR ഹാൻഡ്ലൂംസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സ്ഥലം വരുന്നത് നമ്മുടെ കുത്താമ്പുള്ളിയാണ് കേട്ടോ. തിരുവല്ലമല പഞ്ചായത്തിലെ കുത്താമ്പുള്ളിയിലാണ് ഈ സ്ഥലം വരുന്നത്. ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇവിടെ അടിപൊളി കളക്ഷൻസ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയത് ഗൈസ്. നമുക്കിനി നോക്കാം, നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. പക്ഷേ സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ അവരുടെ കസ്റ്റമർ സർവീസ് പറയാതിരിക്കാൻ പറ്റില്ല, അത്ര അടിപൊളിയായിരുന്നു. പിന്നെ ഗൈസ് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മൈൻഡിലൊരു ഇതുണ്ടായിരുന്നു, എൻ്റെ കല്യാണ സാരി ഇങ്ങനെ വേണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. കാരണം കല്യാണം എന്ന് പറയുമ്പോൾ അതിന് ഒരു ഡാർക്ക് കളർ തന്നെ വേണം. അതായത് ഇവിടെ വെച്ചിരിക്കുന്ന ഷെയ്ഡിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നല്ലതെന്ന്. അതായത് ഒരു കല്യാണ പെണ്ണ് അല്ലെങ്കിൽ ഒരു ബ്രൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബെഞ്ച് മാർക്ക് തന്നെ ഇങ്ങനെയുള്ള കളേഴ്സാണ്. വേറെ എന്ത് കളർ എടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ബ്രൈഡ്സ് മെയ്ഡിനെ പോലെ ആയിപ്പോവും, കല്യാണ വൈബ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കളർ തന്നെ വേണമെന്ന്. പക്ഷേ ഗൈസ് ഞാൻ ഈ വീഡിയോയിൽ സാരി റിവീൽ ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോവും. പക്ഷേ നമ്മൾ കുറച്ച് സാരിയൊക്കെ ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഫുൾ സാരി ഉടുപ്പിക്കില്ല കേട്ടോ. നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്ത് 2 or 3 സാരി മാത്രമേ ഉടുപ്പിക്കുള്ളൂ. പക്ഷേ നമുക്ക് അവർ 2-3 സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ സാരി ഒന്നും അല്ല കേട്ടോ എടുത്ത സാരി ഞാൻ പിന്നെ വെഡ്ഡിങ് ഒക്കെ ആവാറാവുന്ന സമയത്ത് കാണിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആൾക്ക് സെറ്റ് മുണ്ട് എടുക്കാനാണ് കേട്ടോ പോയത്. ഒന്നും പറയണ്ട, അടിപൊളി കളക്ഷൻസും അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഗൈസ്. നമുക്ക് അതിനനുസരിച്ച് റേറ്റും ഉണ്ട് കേട്ടോ. റേറ്റ് കുറവെന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല റേറ്റ് ഉണ്ട്. റേറ്റിനനുസരിച്ചുള്ള നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ റേറ്റും കുറവ് വേണം, ക്വാളിറ്റിയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കടയിൽ പോയാലും കിട്ടില്ല. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പയ്യാനുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയി ഗൈസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവിടുന്ന് കിട്ടിയില്ല. വേറെ ഒന്നുമല്ല, അവന് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം അതങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് വരും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കത് പാലക്കാട് പോയിട്ട് എടുക്കാം. കാരണം അവൾക്കുള്ള റിസപ്ഷൻ്റെ ഡ്രസ്സും എടുത്തിട്ടില്ല. കാരണം അത് കസ്റ്റമൈസ് ചെയ്യാനാണ് ഗൈസ്, ക്ലോത്ത് എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ അമ്മയും മേമ്മയും അമ്മായിമാരെല്ലാവരും അവിടെ ഷോപ്പിങ്ങിലായിരുന്നു. ഞങ്ങൾക്ക് പിള്ളേർക്കൊക്കെ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. റിച്ച് മാല ഇട്ടതുകൊണ്ട് ഞാനും അനിയത്തിയും മീൽസാണ് കേട്ടോ പറഞ്ഞത്. ബാക്കി എല്ലാവരും ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിച്ചത്. മീൽസിൽ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഷോർട്സ് വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. കല്യാണത്തിന് വേണ്ടിയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ മെല്ലെ അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡി ആവണം കേട്ടോ. ഒരു 11 മണി 11:30 ആകുമ്പോൾ വന്നിട്ട് ഒരു 5:45 6 മണിയൊക്കെ നമ്മുടെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞിരിക്കുകയാണ്.
അപ്പൊ ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി ഇനിയും ഒരുപാട് വരാനുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.